നമ്മുടെ കേരളത്തിൽ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണ്? ഒരു ജംഗ്ഷനിൽ ഒരു സ്ത്രീയെ പരസ്യമായി കയറി പിടിച്ചാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ആ ഒരു കാഴ്ചയുമായി എത്തിയിരിക്കുകയാണ് VMTVയുടെ ഉൾട്ടാ ജംഗ്ഷൻ. നമുക്ക് കാഴ്ചയിലേക്കൊന്ന് പോകാം. ചുമ്മാ ആരും പറയൂല ആന്റി, തട്ടിയാലേ പറയുള്ളൂ. പെണ്ണ് കിടന്ന് ഇങ്ങനെ പറയുള്ളൂ, അല്ലാതെ ചുമ്മാ പറയൂല. തട്ടിക്കാണ്. എനിക്ക് ഇവിടെ കിടന്ന് ഇത്രയും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. കാപ്പിയാണ് കാപ്പി. എന്തോന്നേടോ കൊറേ നേരമായല്ലേ മാമ? കൊറേ നേരം അയാളെന്റെ പുറകെ നടക്കുന്നത്. എനിക്കറിഞ്ഞൂടാ, അവിടെ മുതൽ എന്റെ പുറകെ ഉണ്ട്. ചുമ്മാ അങ്ങോട്ട് കൂടെ പോകുമ്പോ തട്ടി മുടി താല്ലോ ചെയ്യുന്നത്. എത്ര നേരം എന്റെ ദേഹത്ത് മുട്ടുന്ന? കൊറേ നേരമായിട്ട് മിണ്ടായിരിക്കുവാണ്. അവിടെ മുതൽ എന്റെ പുറകെ വരുന്നത് നീ ഏത്? ചായ കുടിച്ചോണ്ടിരുന്നപ്പം പുള്ളി 2 തവണ ബാഗ് വയ്ക്കാവുന്ന സമയത്ത് ഒരു ചെറുതായിട്ട് തട്ടി. അതാണ് ഞാൻ പോവാതെ. അതല്ല, ഞാൻ മാമൻ കണ്ടല്ലേ ഇവൻ കൊറേ 2 തവണ എന്റെ ദേഹത്ത് മുട്ടേ മാമൻ കണ്ടല്ലേ, ചേട്ടൻ കണ്ടല്ലേ. ഞാനതാണ് വെയിറ്റ് ചെയ്തത്. നിങ്ങൾ വന്നപ്പോ ഒരു തവണ പിടിച്ചു വരുന്നു കയറി. കൊറേ നേരം കൊണ്ട് തട്ടി മുട്ടി. തനിക്ക് തട്ടാനുള്ളതാണോ പെണ്ണുങ്ങള്? നീ തട്ടില്ലേടാ? ചെയ്തെന്ന് സമ്മതിക്കണം കേട്ടാ. നീ തട്ടിയില്ലേ? ഞാൻ തട്ടിയില്ല. നീ തട്ടി. നീ തട്ടി ചെയ്താ സമ്മതിക്കണം ആദ്യം. ഇവിടെ കിടന്ന വിഷയം ഉണ്ടായി നിങ്ങൾ തന്നെ നമുക്ക് ആ ഒരു വിഷയം. എനിക്കൊരു നാറലുമില്ല. ഇത് എന്റെ സ്ഥലമൊന്നും അല്ല. നിങ്ങളെ സ്ഥലമല്ല. എന്റെ സ്ഥലം ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളെ സ്ഥലം. നിന്നെ ഞാൻ സംസാരിച്ചില്ല. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഇവന്റെ കൂടെ വന്നതല്ല. ഇവൻ വലിഞ്ഞേറി എന്റെ പിറകെ നടക്കണം. എനിക്ക് അറിഞ്ഞൂടെ ഇവനെ? ഞാൻ ഇവനെ കണ്ടിട്ടൊന്നുമില്ല. ഇവൻ നാണയില്ലാതെ എന്റെ പിറകെ വലിഞ്ഞേറി വരണത്. ഇതൊക്കെയാണ് മാന്യത. ഒരു പെണ്ണിന്റെ ദേഹത്ത് ഒരു തട്ടേ മുട്ട ചെയ്തിട്ട് ഞാൻ ഇത് മാന്യമായിട്ട് ഒതുക്കണമെന്ന്. ഇതൊക്കെയാണോ മാന്യത? ഇവന്റെയൊക്കെ കൂടെയാണോ നിങ്ങളൊക്കെ നിക്കണത്? മാന്യമായിട്ട് ഒതുക്കി തീർക്കാൻ സംസാരിക്കാതെ മിണ്ടായിരിക്കുന്നതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവണത്. നീ എവിടെ പോണത്? ഇതുപോലുള്ളവന്മാരെ സംസാരിക്കാതെ വെറുതെ വിടണ ഏറ്റവും വലിയ പ്രശ്നം. പറയണേ കാര്യം വിശ്വസിക്കോ? നീ തൊട്ടില്ലേ? വിഷയം ഉണ്ടെങ്കിൽ പോലീസിനെ വിളിക്കാം. അവിടെ കംപ്ലൈന്റ് കൊടുത്താൽ മതി. സ്റ്റേഷനിൽ വിളിച്ചാൽ മതി. എന്നെ ഇവിടെയാണ് എന്റെ ഫ്രണ്ട് ഉണ്ടാക്കിയത്. എന്ത് ഈ ബസ് സ്റ്റോപ്പിൽ എനിക്ക് നിന്നൂടെ? ഈ ബസ് സ്റ്റോപ്പിൽ ഇവിടെ ഉള്ളവർക്ക് മാത്രമേ നിൽക്കാവുന്നാണോ? എനിക്ക് ഇവനെ അറിഞ്ഞൂടാ. പെണ്ണിന്റെ അവിടെ നില്ലെന്നാ എല്ലാരും അവന്റെ കൂടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനും കണ്ടു, മാമനും കണ്ടു. മാമനും കണ്ടോ? മാമൻ ഇവ ഒരിക്കൽ എന്റെ ദേഹത്തട്ടിയപ്പോ ഞാൻ ഇങ്ങനെ ആക്കിയപ്പോ മാമ ഇവിടെ ഷെയറിനാക്കിയതാണ്. മോശമാണ്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ തോന്നുന്നത് അവരെ സമ്മതം. ഒരിക്കൽ ഞാൻ വിചാരിച്ച അറിയാതെ
തട്ടുന്നു. സഹോദരി വെറുതെ സംസാരിക്കണം. നീ വന്ന് തട്ടിയിട്ട് സഹോദരി തേങ്ങയെന്നൊന്നും എന്നെ വിളിക്കണേ, കേട്ടല്ലോ. ആരോട് വന്നാ? ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടെ പുഞ്ചക്കരിയിൽ വന്നതാണ്. ഫ്രണ്ടിനെ വിളിക്കാമല്ലോ. അവരെ വിളിച്ച് വരാൻ പറ. ചേച്ചിയുടെ കൂടെ വന്നിട്ടല്ല, അല്ലാതെ നമുക്ക് വരുമായിരിക്കാം. സ്റ്റേഷനെ വിളിക്കാം, പോലീസ് വരട്ടെ. ഹലോ, എടാ നീ എന്നെ കൊണ്ടാക്കിയെടുത്തൊന്ന് വരുമോ? ആ വേഗം വാ. സഹോദരി ഇല്ലാത്ത കാര്യം പറയരുത്, മോശമാണ്. ഇല്ലാത്തേടാ. ഹലോ, എന്നിട്ട് നിന്നെ തൊട്ടതിന് ചോദിക്കാൻ ഇവിടെ കുറെ പേര്. പിന്നെ നിന്നെ തമ്പുരാനെന്ന് വിളിക്കാം. ഇങ്ങനെ നിക്കാം. ചുമ്മാ ആരും പറയൂല ആന്റി. തട്ടിയാലേ പറയുള്ളൂ. പെണ്ണ് കിടന്ന് ഇങ്ങനെ പറയുള്ളൂ, അല്ലാതെ ചുമ്മാ പറയൂല. തട്ടിക്കാ എനിക്ക് ഇവിടെ കിടന്ന് ഇത്രയും കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ എന്തിനാ ഈ ബസ് സ്റ്റോപ്പിൽ വന്ന്? ഞാൻ എന്തിനാ? ഇത് ഇവിടെ ഉള്ളവർക്ക് മാത്രമുള്ള സ്റ്റോപ്പാ. ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കാര്യം തന്നെ, നീ അങ്ങനെ പറയണ്ട. സംഭവം അവൻ കണ്ടോണ്ടിരിക്കും. അവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കാണ്. അവൻ തീർച്ച മറ്റിട്ട് ഈ അരിവിടെ ഇങ്ങനെ ഇവ എന്തിനാ ഈ അരുവി കൂടെ വരേണ്ട ആവശ്യം? അത്രയും സ്ഥലം കിടക്കുമ്പോ ഇവ എന്തിനാ എന്റെ ഇടയിൽ കൂടെ പോണത്? ചേച്ചിയാണെങ്കിൽ ചേച്ചി എന്ത് സംസാരിക്കാതെ കൊടുത്തിട്ടല്ലേ സംസാരിക്കൂ. ഞാൻ ഇപ്പൊ അവനെ എടാ പോണെന്ന് വെച്ചാൽ അവനെ തള്ളിന്ന് ഇവിടെ നിന്നൊരു ചേട്ടൻ പറഞ്ഞു. ഇവനെ തള്ളേണ്ട ആവശ്യം, ചുമ്മാ പോയനല്ലല്ലോ ഞാൻ തള്ളിയത്. ഇവിടെ പ്രതികരിക്കാത്തോണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ട്. ഇവിടെ നിന്ന് ഒരു ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അവനെ 2 പ്രാവശ്യം കൈ വെച്ചു. അല്ല, ഇവിടെ നിന്ന് ചേട്ടന്റെ സംസാരം ചേച്ചി കേട്ടല്ലേ? ഇങ്ങനെ പോണെങ്കിൽ കൊള്ളാം. ഇവിടെയൊക്കെ വെച്ച് വേറെ പെൺകൊച്ചിന് കുറച്ചും കൂടെ പ്രശ്നം ഉണ്ടായ ആര് ചോദിക്കും, ആര് സംസാരിക്കും? അല്ല, ഇവിടെ നിന്ന് ആ ചേട്ടൻ സംസാരിച്ചു കേട്ടാ. ആ ചേട്ടൻ സംസാരിച്ചു കേട്ടാ. ആവശ്യമില്ല, സംസാരിക്കാം. പുഞ്ചക്കരി വല്ല വന്നായിരിക്കും. കണ്ടാളുണ്ടല്ലേ ഇങ്ങോട്ടോ കണ്ടാളുണ്ടല്ലോ ഇവിടെ കണ്ടോണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ. ഒരാണ് മാമ ഷേന്നാക്കിയതാണ്. ഇപ്പൊ മാമ ഒന്നും അറിഞ്ഞില്ല. ഇവ എന്റെ ദേഹത്ത് തട്ടി, ഞാൻ ഇങ്ങനെ തട്ടിയപ്പോ മാമ ഇവിടെ ഇരുന്ന് ഷേന്നാക്കിയതാണ്. കണ്ടാളുണ്ടല്ലോ. ചേട്ടാ പേടിയാവും. ഞാൻ ഇവിടെ ഇരിക്കുന്ന എടുത്തു തന്നാ. നീ എന്തിനാ ഇവനെന്തോ മാനസിക പ്രശ്നമാണ്. നിന്റെ ഇത്ര നേരമായിട്ട് മിണ്ടാതില്ലേ നിന്നത്? എന്തൊരു കാര്യം? നീ അതെല്ലാം വിടും. നീ ഇപ്പൊ ചെയ്തില്ല എന്നുള്ളതല്ല. നീ ഇപ്പൊ പിച്ചാത്തി ഷോപ്പ് കണ്ടെന്ന് പറഞ്ഞോണ്ടാ. ഇവനെന്തോ തലയ്ക്ക് സുഖമില്ല. അതില്ല സ്റ്റേഷനിൽ പോ. എനിക്ക് തലയ്ക്ക് സുഖമില്ലായിരുന്നു. വിക്സിട്ടപ്പോ അങ്ങ് മാറി. എനിക്ക് അറിഞ്ഞൂടെ ഇവനെ ഞരമ്പ് വിക്സ് ഇട്ടപ്പോ അവനെ മാറിയെന്ന്. വിളിയാട്ടാ, സ്റ്റേഷനെ വിളിക്കാം. അല്ല എന്നില്ല, അത് അവരല്ലേ, നമ്മളല്ലല്ലോ. ഞാൻ നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് അവര് വരുമോ നോക്കിട്ട്. ഫ്രണ്ട്സ് വരും ഇപ്പൊ. വരട്ടെ അവര്. പെട്ടെന്ന് വരാൻ പറ. വെള്ളം നിനക്ക് തരാം. ഇവിടെ ഇത്രയും നീ ഇവിടെ കിടന്ന് ഷോപ്പ് കാണിച്ചിട്ട് നിനക്ക് വെള്ളമല്ല. കണ്ടവാൻ വാഴ കയ്യാർക്കാൻ ഷോ നീ ആരെ കുത്താണ്ട് പൊട്ടിക്കണം. വീട്ടുകാരായി പോയി നോക്കിയോ. ആരെങ്കിലും അടിച്ചോളെ ഇളക്കിയതായിരിക്കും നിന്റെ പല്ല് വേനെങ്കിൽ. നീ ഇതുപോലെ ആരെങ്കിലും കയറി പിടിച്ചപ്പോ നിന്റെ പല്ലിന് കിട്ടിയതായിരിക്കും. നീ ഷോ നീ ചെയ്തത് തെറ്റ്. നീ ഒരു മാസം ഒരു സോറി പറയാതെ നീ കിടന്ന് ഈ ഷോ കൂടെ കാണിക്കേണ്ട കാര്യം എന്ത്? മാമ കണ്ടിട്ട് കണ്ടില്ല പേടിച്ച് അവൻ കണ്ടിട്ട് കണ്ടില്ല എന്ന് പറയുകയും ചെയ്തു.
ചേച്ചിയുടെ പേരെന്താ? ചിത്രാജോയ്. ചിത്രാജു. അടുത്ത ഇവിടുത്തെ സ്റ്റാർ ആയിരുന്നു ഇവിടെ കട്ടക്ക് നിന്നത് ശബരി ബ്രോയാണ്. ശബരി കുത്തിന് പിടിച്ചൊക്കെ പലരും ഉണ്ടായിരുന്നപ്പോ ശബരി ബ്രോയാണ് ആ ഒരു വിഷയത്തിൽ കട്ടക്ക് ഇടപെട്ടത്. അതിന് ബ്രോയ്ക്ക് ഒരു പ്രത്യേക താങ്ക് യു. കള്ളസാക്ഷി പറഞ്ഞത് എന്തായാലും നമ്മുടെ ചാനൽ സംഘത്തിന് അവിടെ നിന്ന് അടികിട്ടാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. ഒരു സ്ത്രീയെ പരസ്യമായി ഉപദ്രവിച്ചാൽ പോലീസ് എത്തുന്നതിന് മുൻപ് നാട്ടുകാരുടെ ശക്തമായ ഇടപെടൽ അവിടെ ഉണ്ടാകും. ഇതുപോലുള്ള വ്യത്യസ്തവും രസകരവും ജനോപകാരപ്രദവുമായ പ്രാങ്ക് വീഡിയോകളുമായി VMTV വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും.